പൊച്ചക്കെട്ടിപ്പാറോടി 12 ചുട്ടോടി എനിക്കൊരെണ്ണം തന്നോടി ഞാൻ ചുടുമ്പം മിന്നാടി. പൊച്ചക്കെട്ടിപ്പാറോടി 12 ചുട്ടോടി എനിക്കൊരെണ്ണം തന്നോടി ഞാൻ ചുടുമ്പം മിന്നാടി. എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. എല്ലാവരും 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 പൊച്ചക്കെട്ടിപ്പാറോടി 12 ചുട്ടോടി എനിക്കൊരെണ്ണം തന്നോടി ഞാൻ ചുടുമ്പം നിന്നാടി. പൊച്ചക്കെട്ടിപ്പാറോടി 12 ചുട്ടോടി എനിക്കൊരെണ്ണം തന്നോടി ഞാൻ ചുടുമ്പം നിന്നാടി. എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും എല്ലാം ചെയ്യണേ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ICU. അതെ, ഫ്രാങ്ക്ലിൻ ചേട്ടൻ പൊളിച്ചിട്ടുണ്ട് കേട്ടാ. ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ ഡാൻസ് അടിപൊളിയായിട്ടുണ്ടടാ. താങ്ക് യുടാ ഷിൻജാനെ, ഞാൻ ഡാൻസിൽ മാസ്റ്റർ അല്ലേടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്കിനി ഏകദേശം എല്ലാ ദിവസവും ഇതേപോലെ ഏതെങ്കിലുമൊക്കെ പാട്ട് വെച്ച് നമുക്ക് ഇൻട്രോ തുടങ്ങാം. ആടാ ഷിൻജാനെ, അത് നീ പറഞ്ഞ ശരി തന്നെ. ഓക്കെ ഗായ്സ്, ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഷിൻജാനും ഗ്രാനി ടൈഗറും എല്ലാവരും കൂടെ രാവിലെ ഏതാണ് ഡാൻസ് കളിയിലൂടെ ആയിരുന്നു ഇൻട്രോയിങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ. ഓക്കെ, ICU ഫ്രാങ്ക്ലിൻ മോനെ, ഇന്ന് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലല്ലേ മോനെ? ഞാൻ ഇന്ന് താണ്ട പുട്ടും കടലയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പോയി കഴി മോനെ. ഗ്രാനി, ഞാൻ ഇതാ കഴിക്കാൻ പറഞ്ഞേ. എടാ ഷിൻജാനെ പിഞ്ചാനെ ഓടിവാ. ടൈഗറെ നീ വാടാ, നിനക്ക് ഗ്രാനി ഒരു അടിപൊളി പുട്ടും കടലയും വെച്ചിട്ടുള്ള ബർഗർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുട്ടും കടലയും വെച്ച ബർഗറാ? എനിക്കൊന്നും വേണ്ട. എടാ ടൈഗറെ വാടാ, പാവലടാ, ഗ്രാനി കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ. ശരി ശരി, ശരി ഞാൻ കഴിക്കാം. ശരി നീ ഇവിടെ വാ. അപ്പോൾ നമുക്കെന്തായാലും എല്ലാവർക്കും എന്തായാലും കഴിച്ചിട്ട് എന്തായാലും കാണാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും ഫുഡെല്ലാം കഴിച്ചിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഫുഡെല്ലാം കഴിച്ചിട്ട് എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും വെളിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വേറെ മിഷൻസ് ഒന്നും തന്നെ ചെയ്യാൻ ഇതുവരായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. ഓക്കെ ഗൈസ്, ഇത് ആരാണ്? ഓക്കെ, നമ്മുടെ ലെസ്റ്ററുകളൊക്കെ എന്തായാലും നമ്മളെന്തായാലും വിളിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഫോണുകളൊക്കെ എടുത്ത് എന്തായാലും ലെസ്റ്ററിനോട് എന്തായാലും സംസാരിക്കാം. ഓക്കെ, എന്തിനാണോ ഇപ്പോൾ വിളിച്ചത്? ഓക്കെ, എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, എന്തായാലും ലെസ്റ്ററിനോട് തന്നെ നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. ഓക്കെ, എടാ ലെസ്റ്ററെ, നീ എന്തിനാടാ എന്നെ വിളിച്ചത്? എടാ ഫ്രാങ്ക്ലിനെ, ഞാനാണെങ്കിൽ നിനക്കൊരു അടിപൊളി ഒരു മിഷൻ തരാം, നീ അത് ചെയ്യോ? ആടാ ലെസ്റ്ററെ, ഞാൻ ഇവിടെ വീട്ടിൽ ബോറടിച്ചിരിക്കുകയായിരുന്നു. എന്ത് മിഷൻ? നീ അത് പറ. സംഭവം ഒരു സിമ്പിൾ മിഷനാണ്. നീയാണെങ്കിലല്ലേ ഓടിപ്പോയിട്ട് നമ്മുടെ ലാമറിനെ നീ ഒന്ന് പോയിട്ട് തട്ടിക്കൊണ്ട് വരണം. ലാമറിനെ തട്ടിക്കൊണ്ട് വരണം എന്തിന്? എടാ ലാമർ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടാ. എടാ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ആണെങ്കിലും ലാമറാണെങ്കിൽ എൻ്റെ ഒരു $24 മില്യൺ കടം വാങ്ങിച്ച്, എന്നിട്ട് അത് ഇതുവരെയായിട്ട് അടച്ചില്ല. അതിൽ $1,00,000 പോലും അവൻ ഇതുവരെയായിട്ട് കടം തിരിച്ചടച്ചില്ല. എനിക്കാണെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്തായാലും ഇഷ്ടം പോലെ ക്യാഷിൻ്റെ കുറച്ച് അത്യാവശ്യമുണ്ട്. നീ ആണെങ്കിൽ പോയിട്ട് അവനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുപോവാ എങ്ങനെയെങ്കിലും, പ്ലീസ് എടാ. ശരി. അല്ല, കിഡ്നാപ്പ് ചെയ്താൽ എനിക്കെന്തൊരു കിട്ടും? എടാ ഫ്രാങ്ക്ലിനെ, ഞാനാണെങ്കിൽ നിനക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു കിഡിലെ ഗോൾഡൻ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ബൈക്ക് ഞാൻ നിൻ്റെ വീട്ടിലെന്നാ വെച്ചിരിക്കുക. ഗോൾഡൻ കോൺസെപ്റ്റ് ബൈക്കാ? അതേത് ബൈക്ക്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. നീ ഇപ്പോൾ ഈ മിഷൻ കറക്റ്റായിട്ട് ചെയ്യും. അത് മാത്രമല്ല കേട്ടോ, എല്ലാവരുടെ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയറും കൂടെ ചെയ്യാൻ പറഞ്ഞാൽ എന്നാലേ ഞാൻ ട്രോൺ ബൈക്ക് വരത്തുള്ളൂ. ആടാ ശരിയാടാ. അപ്പോൾ ഇതിലായിട്ട് ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എന്നാലും ലെസ്റ്ററൊക്കെ കോൺസെപ്റ്റ് ബൈക്ക് തരത്തുള്ളൂ എടാ. ആടാ ലെസ്റ്ററെ, അപ്പം ശരി. അപ്പോൾ എന്തായാലും എല്ലാം പറഞ്ഞല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും ലാമറെ തട്ടിക്കൊണ്ടുവരാം. ആടാ ശരി. അപ്പോൾ ഓക്കെ ഗായ്സ്, നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ലാമർ ഓക്കെ, ലാമറിനെ നമുക്ക് എങ്ങനെയെങ്കിലും തട്ടിക്കൊണ്ട് പോകണം ഗൈസ്. ഓക്കെ, അതിനിപ്പോൾ എന്താ ആലോചിക്കണമെന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ ഒരു കിടിലൻ പ്ലാൻ ഉണ്ടാക്കുക, എന്നിട്ട് നമുക്ക് എന്തായാലും ലാമറിനെ തട്ടിക്കൊണ്ട് പോകാം കേട്ടോ. എന്തായാലും ഞാൻ എന്തായാലും ഇതിന് ഷിൻജാനെ പിഞ്ചാനെ എന്തായാലും കൂടെ വിളിക്കാനായിട്ട് പോകണം കേട്ടോ. ഗ്രാനി ടൈഗറൊന്നും വേണ്ട. ഓക്കെ, എടാ ഷിൻജാനെ പിഞ്ചാനെ വാടാ. എന്ത് ഫ്രാങ്ക്ലിൻ ചേട്ടാ? എടാ നമുക്കാണെങ്കിലില്ലേ ഇപ്പോൾ ഒരു മിഷനുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെസ്റ്റർ. ഓക്കെ, ലെസ്റ്ററാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മിഷനുകളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കാണെങ്കിൽ ഒരു കിഡിലെ ഗോൾഡൻ കോൺസെപ്റ്റ് ബൈക്ക് തരാമെന്ന് പറഞ്ഞു. ഗോൾഡൻ കോൺസെപ്റ്റ് ബൈക്കോ? ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഗോൾഡൻ കോൺസെപ്റ്റ് ബൈക്കാ. നമ്മുടെ കയ്യിൽ ബൈക്ക് പോലും ഇല്ല. ഫ്രാങ്ക്ലിൻ ചേട്ടാ, മിഷൻ എന്തെന്ന് പറ, ഞങ്ങളും കൂടെ ഉണ്ട്. ആടാ ഷിൻജാനെ പിഞ്ചാനെ, അത് തന്നെ ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
നമുക്കിപ്പോൾ ലെസ്റ്റർ നിങ്ങളെ മിഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ലാമറില്ലേ ലാമർ ലാമർ ചേട്ടൻ എന്തെങ്കിലും പറ്റിയ ഇല്ലടാ ഷിഞ്ചനെ പറയട്ടെന്ന് നമ്മുടെ ലാമർ ലാമറിനെയും കാലൊക്കെ നമ്മുടെ തട്ടിക്കൊണ്ട് നേരെ ലെസ്റ്ററിൻ്റെ കൊണ്ട് കൊടുത്താൽ നമുക്ക് പുള്ളിയാർ ഗോൾഡൻ ട്രോൺ ബൈക്ക് പോലത്തെ ഒരു ബൈക്ക് തരത്തുള്ളൂ. ഏത് ബൈക്കാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറേ ബൈക്കുള്ളതുണ്ടല്ലോ, കോൺസെപ്റ്റ് ബൈക്കായിട്ടുള്ള ട്രോൺ ബൈക്കുണ്ട്, കോബ്ര ബൈക്കുണ്ട്, കുറേ ഉണ്ട്. ഏതാണോ തരണം. ഓക്കെ, അത് ലെസ്റ്റർ പറഞ്ഞില്ല. നമ്മളിപ്പം നമ്മുടെ ഏതാണ് ലാമറിനെ തട്ടിക്കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തരാമെന്നാണ് അറിയാം. ലാമർ ചേട്ടാ ഒന്നും ചെയ്തില്ലല്ലോ. ആടശിഞ്ചന അത് നീ പറഞ്ഞ ശരിയാണ്. പക്ഷെ എന്നാലും നമ്മുടെ ഏതാണ് ലാമറിൻ്റെ കണക്ക് നമ്മുടെ ഏതാണ് ലെസ്റ്ററിൻ്റെ കണക്ക് എന്തോ $24 മില്യൺ എന്തോ കടം കൊടുത്തത്. അത് ഇതുവരെയായിട്ട് $1,00,000 പോലും അടച്ചില്ലെന്നാണ് തിരിച്ച് പറയണത്. അത് തിരിച്ച് കടം കൊടുത്തത് തിരിച്ച് കൊടുത്തില്ലെന്നാണ് പറഞ്ഞത്. ഏകദേശം 2-3 മാസം ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ ഫുള്ള് തരാമെന്നാണ് ലാമർ പറഞ്ഞത്. അപ്പം ലെസ്റ്ററിനെ പറ്റിച്ചെന്നാണ് ലെസ്റ്റർ ഇപ്പോൾ പറയണം. ഫ്രാങ്ക്ലിൻ ചേട്ടാ അത് പറഞ്ഞ ശരി തന്നെയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ലാമർ ചേട്ടനെ തട്ടിക്കൊണ്ട് നേരെ ലെസ്റ്ററിൻ്റെ കൊണ്ട് കൊടുക്കാം. ആടഷിൻ ചേട്ടാ അത് നീ പറഞ്ഞ ശരിയാണ്. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ഡിഫൻഡർ എടുത്തോണ്ട് നേരെ ലാമറിൻ്റെ വീട്ടിലോട്ടോ. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഓക്കെ. ഇവിടെ ഇപ്പോൾ എന്തായാലും കേസ് ഞാനും ഷിൻചാനും പിങ്ചാനും എല്ലാവരും എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും നമ്മുടെ ഏതാണ് ലാമറിൻ്റെ വീട് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫ്രാങ്ക്ലിൻ ചേട്ടാ നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കള്ളം പറഞ്ഞ് കറങ്ങാൻ പോവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ലാമർ ചേട്ടനെ വീട്ടിൽ നിന്ന് ഇറക്കാം. അത് നീ പറഞ്ഞ ശരി തന്നെടാ ഷിൻചാനെ. അപ്പം നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ വണ്ടിയില്ല, അത് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യട്ടെ. ലാമറിൻ്റെ വീടിൻ്റെ അവിടെ കൊണ്ട് പാർക്ക് ചെയ്യണ്ട. നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മുടെ ഡിഫൻഡറിലോട്ട് അവനെ കയറ്റണം കേട്ടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ. എടാ ഷിൻചാനെ പിങ്ചാനെ നിങ്ങൾ ഇറങ്ങി വാ, അല്ലെങ്കിൽ വേണ്ട എടാ പിങ്ചാനെ നീ ഇതിൻ്റെ അകത്തിരി. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഷിൻചാനെയും കൊണ്ട് പോകും, ഞാൻ ഇവിടെ ഇരുന്നോളാം. ലാമർ ചേട്ടനെ ഒറ്റ അടി നേരെ ഞാൻ പിടിച്ചു വെച്ചോളാം. എനിക്കും അത്യാവശ്യം നല്ല ശക്തിയൊക്കെ ഉണ്ട്. വരുമ്പോൾ അറിയാം. ഒരു കാര്യം ചെയ്യ് ഷിൻചാനെ വാടാ, പിങ്ചാൻ എൻ്റെ അകത്തിരിക്കട്ട്. എന്തെങ്കിലും ഇൻഫർമേഷനോ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ തന്നോളൂ. നമുക്കിപ്പോൾ എങ്ങനെയെങ്കിലും ലാമറിനെ കിഡ്നാപ്പ് ചെയ്യണം കേട്ടാ. നമ്മളിപ്പോൾ എന്ത് പറയാണ്ട് വീട്ടിൽ നിന്ന് ഇറക്കും. ഫ്രാങ്ക്ലിൻ ചേട്ടാ നമുക്ക് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞ് ഇറക്കിയാലോ. ഷിൻചാനെ അത് നീ പറഞ്ഞ ശരിയാണ്, നമുക്ക് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞ് ഇറക്കാം. അപ്പം ആക്ടിങ് എല്ലാം അടിപൊളിയാക്കണേ. ഫ്രാങ്ക്ലിൻ ചേട്ടാ. എടാ ലാമറേ എന്താടാ ഫ്രാങ്ക്ലിൻ എന്താ എടാ ലാമറേ, നമുക്കാണെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരു ബീച്ച് വരെ ഒന്ന് ചുമ്മാ ഒന്ന് പോയാലോ. ബീച്ചിലോ? പോവാമല്ലോ, ഞാൻ റെഡിയാണ്. ബീച്ചിലാണിപ്പോൾ എന്തിനാണ് പോണേ? ബീച്ചിൽ ചുമ്മാ കറങ്ങാൻ പോകണം, അല്ലാതെ എന്തിന്? ശരി ഞാനില്ല, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് മറ്റേ സാൻഡ് കാസിലൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് ബക്കറ്റും ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുക്കട്ടെ. എടാ അതിനൊക്കെ എന്തിനടാ? നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാടാ. വേണ്ട ഫ്രാങ്ക്ലിനെ, കുറേ പൈസ ആകൂലേ. കുഴപ്പമില്ലടാ, ഞാൻ വാങ്ങിച്ചേരാടാ. അന്ന് സമയങ്ങളൊന്ന് നീ ഒന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ടോ. ശരി. അല്ല ഇപ്പം എന്തിനാ ബീച്ചിൽ പോണേ? എടാ നമുക്ക് ബീച്ചിൽ പോയി കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് വരാടാ. അത് മാത്രമല്ല ഇന്നാണെങ്കിൽ നമ്മുടെ ഗ്രാനിയുടെ ബർത്ത്ഡേ, ഗ്രാനിക്കൊരു സർപ്രൈസായിട്ട് കൊടുക്കാം. ശരി അപ്പം നമുക്കെന്തായാലും പോവാം അല്ലേ? നീ ഇപ്പോൾ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ടോ. ഫ്രാങ്ക്ലിനെ ഓക്കെ. ഇവിടെ ഇപ്പോൾ നമ്മുടെ ലാമറകളൊക്കെ വന്നേക്കാണ് കേട്ടാ. എടാ ഷിൻചാനെ പതുക്കെ കൊണ്ടുപോടാവനെ. ഫ്രാങ്ക്ലിൻ ചേട്ടാ ലാമറ ഓടിയോടാ. നമ്മൾ ഏത് വണ്ടിയിലോടാ പോണേ? നമ്മൾ ഡിഫൻഡറിലാണ് പോണേ. ശരി നീ വന്ന് വണ്ടി കയറ്. വന്ന് വണ്ടി കയറ്. ശരി ഷിൻചാനെ പിടിച്ചേരിക്കോ. എടാ ഫ്രാങ്ക്ലിനെ നീ എന്തായി കാണിക്കണത്? അടങ്ങിയിടാ എൻ്റെ അത് മര്യാദയ്ക്ക്. ലെസ്റ്റർ നിന്നെ തട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞേ. നിന്നെ ഞാൻ ലെസ്റ്ററിനെ തട്ടിക്കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ലെസ്റ്ററാണ് എനിക്കൊരു കിഡിലെ ഗോൾഡൻ കോൺസെപ്റ്റ് ബൈക്ക് തരാന്ന് പറഞ്ഞു. എന്നാലും എൻ്റെ ഫ്രാങ്ക്ലിനെ ഇമാതിരി ചതി വേണ്ടായിരുന്നു കേട്ടാ. ഞാൻ അയാളുടെ $24 മില്യൺ വാങ്ങിച്ചത്, അത് ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അതിനെന്തിനാണ് എന്നെ തട്ടിക്കൊണ്ടുപോണാ? നിന്നെ ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയില്ലെങ്കിൽ ആ വണ്ടി ഞാൻ മിസ് ചെയ്യേണ്ടി വരുമോടാ. നിന്നെ ഇപ്പോൾ നേരെ ഞാൻ ലെസ്റ്ററിൻ്റെ അടുത്ത് കൊണ്ടുകൊടുക്കാമാണ്. എടാ ഫ്രാങ്ക്ലിനെ നീ ചെയ്യണത് വലിയ തെറ്റാണെടാ. ഒന്ന് പോടാ അവിടെ നിന്ന്, എനിക്കൊരു തെറ്റുമായിട്ട് തോന്നല്ല. എന്നാലോടാ ഫ്രാങ്ക്ലിനെ കഷ്ടമുണ്ടാ. നീ എൻ്റെ ഫ്രണ്ടല്ലേടാ, ഒന്ന് പോടാ അവിടെ നിന്ന്. നിന്നെ എനിക്ക് ലെസ്റ്ററിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിടുക്കാച്ച് കോൺസെപ്റ്റ് ബൈക്ക് കിട്ടും. അല്ലടാ ഷിൻചാനെ? ഫ്രാങ്ക്ലിൻ ചേട്ടാ അത് കറക്റ്റ് തന്നെ. എടാ കൊള്ളാടേ. എടാ ഫ്രാങ്ക്ലിനെ കൊള്ളാടാ. എടാ ലാമറെ മര്യാദയ്ക്ക് നീ ഇറങ്ങ. എടാ ഫ്രാങ്ക്ലിനെ നീ വന്നല്ലേടാ. എടാ ലാമറെ ഇന്ന് നിൻ്റെ പേര് തീരുമാനമായടാ. നിന്നെ എടുത്തിട്ടിടിക്കൂടാ. എടാ ഫ്രാങ്ക്ലിനെ ഞാനാണെങ്കിൽ ഗ്രാനിയുടെ പറഞ്ഞ് ട്രോൺ ബൈക്ക് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ട്രോൺ ബൈക്കാ? ഇല്ല ഒന്നുമില്ല. നീ അവിടെ പോയി നോക്കിയാൽ മതി അത് ബൈക്കാണെന്ന്. ശരി അപ്പം ലാമറേ ബൈ. എന്നാലും എൻ്റെ ഫ്രാങ്ക്ലിനെ കഷ്ടമുണ്ടാ. ഒന്ന് പോടാവുന്നു. അല്ല പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും കേസ് നമ്മുടെ ഏതാണ് ഈ ഒരു ലാൻഡ് റോവർ ഡിഫൻഡർ കൊണ്ട് നമ്മളതെല്ലാം പൊയ്ക്കൊണ്ടിരിക്കണം കേട്ടാ.
നമ്മൾ ലാമറിന് ഒരു പാടോട്ടാണ് കേസ് ലെസ്റ്ററിൻ്റെ കൊണ്ടിട്ട് കൊടുത്തു നോക്കി. അവൻ ഗ്ലാസ്സിലും പിന്നെ വണ്ടിയുടെ ഡോറിലൊക്കെ ഇഷ്ടം പോലെ പ്രാവശ്യം വെച്ച് എന്തൊക്കെയോട്ട് അടിച്ചടിച്ച് വണ്ടിയുടെ ലോക്കൊക്കെ പൊട്ടിയെന്നുണ്ട്. ഡോറൊക്കെ ഇടുന്ന് അടിക്കുന്നുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല. ഓക്കെ, അതിനിട്ടുള്ള പണി അവനെ പിന്നെ കൊടുത്തോളൂ. ഓക്കെ, ലെസ്റ്റർ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു കേസ്. ഓക്കെ, അവന് പകരം എനിക്ക് വണ്ടിയും കിട്ടി. ഓക്കെ, വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞത്. അവൻ ട്രോണെന്നൊന്നും പറഞ്ഞില്ല. അല്ലേടാ പിഞ്ചാനെ ഫ്രാങ്ക്ലിൻ ചേട്ടാ ട്രോണെന്നെന്തോ പറഞ്ഞു. ഇനി മിക്കവാറും ട്രോൺ ബൈക്ക് ആയിരിക്കും അല്ലേ? അങ്ങനെ വരെ വഴി കാണില്ല. നമുക്ക് നോക്കിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ പോണാ. വേറെ ഏതെങ്കിലും കിടക്കാച്ച് കോൺസെപ്റ്റ് ബൈക്ക് ആയിരിക്കും ഗോൾഡൻ. എന്തായാലും നമ്മുടെ ഏതാണ് ഡിഫൻഡറിൻ്റെ കാര്യം തീരുമാനമായിട്ടാണ് കേട്ടോ. അത് പിന്നെ എപ്പോഴും ശരിയാക്കാം കേട്ടോ. എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് കേസ് ഡിഫൻഡർ. ഓക്കെ, പിന്നെ എപ്പോഴും ശരിയാക്കാം. ഫേവറേറ്റ് SUV ആണ്. ഫേവറേറ്റ് കാർ GTR ആണ്. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടി കുറച്ച് എന്തായാലും മാറ്റി ഒതുക്കിയിടാം കേസ്. ഓക്കെ, എന്തായാലും ഇതിന് പകരം എന്തായാലും ലാമർ മിക്കവാറും റിവഞ്ച് എടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് ഉറപ്പാണ്. ഓക്കെ, അവൻ നമ്മുടെ ലെസ്റ്റർ അവനെ ഇടിച്ച് പപ്പടമൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ലെസ്റ്ററിൻ്റെ വയ്യാത്ത കൈയും കാലും കൊണ്ട് അടിച്ചവൻ്റെ മോന്തര ഷേപ്പ് പറ്റും കേട്ടോ ലാമറുണ്ട്. ഓക്കെ, വണ്ടി വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഏതാണ് വീടിൻ്റെ അകത്തോട്ട് കയറാം. എൻ്റെ മോനെ ഫ്രാങ്ക്ലിൻ മോനെ കിടിലൻ ബൈക്ക് കേട്ടാ. ഞാൻ ഓടിച്ചു നോക്കിയിട്ട് ഈ ബൈക്കൊക്കെ. ഇതിൻ്റെ പേര് ട്രോൺ ബൈക്ക് അങ്ങനെ എന്തോ അല്ലേ? ഗ്രാനി ശരിയാണ്. ഫ്രാങ്ക്ലിൻ ചേട്ടാ എനിക്ക് ഓടിക്കാൻ തരുമോ പ്ലീസ്? ഫ്രാങ്ക്ലിൻ ചേട്ടാ എനിക്ക് ഓടിക്കാൻ തരുമോ? ഫ്രാങ്ക്ലിൻ ചേട്ടാ എനിക്കും കൂടെ ഓടിക്കാൻ തരുമോ? എടാ ഷിൻചാനെ പിഞ്ചാനെ ഞാൻ ആദ്യം ഓടിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് തരാം. എൻ്റെ ആളി എന്നാൽ ലെസ്റ്റർ എന്ന വണ്ടി കൊള്ളാം കേട്ടാ. ലാമറെ പിടിച്ചെടുത്തെങ്കിലും എന്ത് കിടുക്കാച്ച് വണ്ടി കിട്ടിയില്ലേ? അടിപൊളി ചേട്ടാ, കിടുക്കാച്ചുണ്ട്. ട്രോൺ ബൈക്കാണ്. ഓക്കെ, എനിക്ക് തോന്നിയിരുന്നേ ട്രോൺ ബൈക്ക് ആയിരിക്കുമെന്ന്. ഓക്കെ, എന്തായാലും കിടിലൻ വണ്ടിയാണ് നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും ഈ വണ്ടിയും കൊണ്ടെന്നാലും ഇനി എന്തായാലും എൻജോയ് ബെസ്റ്റ് വണ്ടി താണ്ട പറന്ന് എങ്ങോട്ടോ പോയി. അടിപൊളി.